എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ പുത്തമ്പള്ളിയിൽ പോകാൻ വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് വേണ്ട രീതിയിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ, അതായത് പുൽക്കൂടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മേടിക്കണം നമുക്ക്. പിന്നെ അല്ലറ ചില്ലറ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ കാണുന്നത്, എന്താ ഇഷ്ടമാവണേ എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോന്നൊക്കെ മേടിക്കാനാണ്. അപ്പൊ എന്തായാലും നമുക്കിത് പുത്തമ്പള്ളിയിൽ പോവാം. എന്നിട്ട് ഞാൻ അതിന്റെ ഒപ്പം കഴിഞ്ഞ ദിവസം രാത്രി പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോഴത്തെ ഇതും കാണിച്ചു തരാം കേട്ടോ. അപ്പൊ തൃശ്ശൂർ നല്ല രസമുണ്ട് കാണാനായിട്ട്. നിറയെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റേ ആകാശപാതയൊക്കെ ഇല്ല, അവിടെയൊക്കെ നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതിപ്പോ ഈ തുണി തോരയുണ്ട്. നമ്മൾ സ്റ്റുഡിയോന്റെ ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഭാഗം മാത്രം നമ്മൾ വിട്ടിട്ടുണ്ട് തുണി തോരയുടെ. ഈ ഒരു സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. എന്റെ അനിയൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ ചോദിക്കുകയും ചെയ്തു, ഈ ഒരു ഭാഗം കൂടി എടുക്കായിരുന്നില്ല, എന്തിനാ ഇത് മാത്രമായിട്ട് ബാക്കി വെച്ചു എന്നുള്ളത് അവൻ ചോദിക്കായിരുന്നു. ഇത്ര മാത്രമേ സ്ഥലം ബാക്കി കൊടുത്തുള്ളൂ. അപ്പൊ നമുക്ക് തുണി തോരയുടെ എങ്ങനെ ഒരു സ്ഥലമുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും പെയിന്റ് ഒന്നും ചെയ്തില്ല. ഇതൊന്നും പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇതിപ്പോ ഇങ്ങനൊരു അഭംഗി ഉണ്ടാവും. ഈ ഒരു അഭംഗി വി ബോർഡിന് പുറത്തത്തെ ഭാഗത്ത് ഉണ്ടാവും. കുറെ പേര് ഇതിന്റെ നെഗറ്റീവ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പറയാറായിട്ടില്ല. ഇപ്പൊ സ്റ്റുഡിയോ പണിതിട്ട് 4 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. പിന്നെ ചൂടാണ് ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. എ സി ഇല്ലാണ്ട് നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ, പറ്റേയില്ല. അതാണ് ഇതിന്റെ നെഗറ്റീവ്. എസ്പെഷ്യലി മുകളിലത്തെ നിലയും കൂടി ആയതുകൊണ്ട് ഇതിന്റെ മീതൊക്കെ ഷീറ്റും കൂടിയല്ലേ, സീലിംഗ് ഉണ്ട് നമുക്ക്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ചൂടായിരിക്കും. അതാണ് എനിക്കിപ്പോ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു വീടായിട്ടൊക്കെ അതായത് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ കുറെ പേര് താഴത്തെ നില ഭിത്തിയായിട്ടും സാധാരണ നമ്മുടെ സിമെന്റും ഇഷ്ടികയൊക്കെ വെച്ചിട്ടുള്ളത്, അതിന്റെ രണ്ടാമത്തെ നില വരുമ്പോൾ ഒരുപാട് പേര് വി ബോർഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കണം, ഈ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്യാം കേട്ടോ, വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ എന്തായാലും നമുക്ക് ഈ പരിപാടി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് റെഡി ആയിട്ട് പുത്തമ്പള്ളിയിൽ പോവാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നാളെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്, പുൽക്കൂടിന്റെ അതിന്റെയൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനത്തെ പരിപാടികൾ കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമ്മളൊരു വൈകിട്ട് സമയത്താണ് കേട്ടോ, വൈകിട്ട് എന്ന് പറയാൻ പറ്റുമോ, ഒരു 4 മണി സമയത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങി. കുറേ ക്രിസ്മസ് ട്രീ ഡെക്കോസ് അല്ലാണ്ടുള്ള ഡെക്കോസും സ്റ്റാർസും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്, ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും ക്രിസ്മസ് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് നവംബർ ലാസ്റ്റ് ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, വിലക്കുറവായിരുന്നു കേട്ടോ. കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു ഇങ്ങനെ മാല ബൾബ് 100 രൂപയ്ക്കുള്ളത് ശരിക്കും ഇപ്പോൾ 150 രൂപയെങ്കിലും ഉണ്ട്. അതല്ലെങ്കിലും മറ്റേ പച്ച കളറിൽ ഗാർലൻഡ് വെച്ചിട്ട് നമ്മൾ കുറേ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അന്ന് ഞാനൊരു സെറ്റ് ഒരു 12 എണ്ണോ 15 എണ്ണോ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിന് 30 രൂപയായിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സെയിം സാധനം 80 രൂപയാണ് പറയണത്. 80 രൂപ, അത്ര വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ ക്രിസ്മസ് അടുത്തുള്ളൂ, ഇനിയിപ്പോൾ 3-4 ദിവസമല്ലേ ഉള്ളൂ. നല്ല ചിലവല്ലേ, ഡിമാൻഡ് ഉണ്ടല്ലോ സാധനത്തിന്. അപ്പം ഞാൻ പഠിച്ചൊരു പാഠം നേരത്തെ മേടിച്ച് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ചൂരിൽ വെച്ചിട്ട് നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ 10 രൂപയാണ്. അത് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് 5 രൂപയ്ക്കായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് 10 രൂപയാണ്. കുറേ സ്റ്റാർസ് ഉണ്ട്. പിന്നെ വഴിയോരത്ത് ഒരുപാട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകൾ ക്രിസ്മസ് ഡെക്കോറിൻ്റെയും കളിപ്പാട്ടങ്ങളുടെയും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കുറേ വന്നിട്ടുണ്ട് അങ്ങനത്തെ. പിന്നെ പുൽക്കൂട് പിന്നെ ഓൾറെഡി ഞാൻ മേടിച്ചു. അതിലും അതെ, ഈ വൈറ്റ് പുൽക്കൂടാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഞാൻ എത്രയായിരുന്നു, അയ്യോ ഞാൻ പറയാം, 420 രൂപയ്ക്ക് മേടിച്ചതായിരുന്നു. ഇപ്പം 500 രൂപയാണ് കേട്ടോ പുൽക്കൂടിന്. അത് ഓരോ കടയിലും ഓരോ വില. ഈ കട നല്ല രസമുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ഈ ഗാർലൻഡ് നല്ലതാണ് കേട്ടോ. ഈ ക്രിസ്മസ് ട്രീയുടെ ഈ മോഡലിൽ ഗാർലൻഡ് ഉണ്ട്. അതിന് എന്തോ 80 രൂപയാണ്. ഇതിന് 80 രൂപയായിരുന്നു. അതെ, പക്ഷെ ഇതൊന്നും പച്ചയില്ല, പച്ച തീർന്നു എല്ലാവിടെയും. ആകെ സിമ്പിളായിട്ടുള്ള കുറച്ച് പച്ച ഗാർലൻഡേ ഉള്ളൂ. എല്ലാവിടെയും ക്ഷാമമായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വിലയുണ്ടായിരുന്നു. ഞാനിങ്ങനെ പുൽക്കൂടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കായിരുന്നു. എനിക്ക് കുറച്ച് അഫോർഡബിൾ. ഞാൻ 1000 രൂപയായിരുന്നു ബഡ്ജറ്റ് വെച്ചിരുന്നത്. പക്ഷേ നമുക്ക് 1000 രൂപയ്ക്ക് കിട്ടുമെന്ന് തോന്നില്ല. ഈ കടയിലുണ്ടല്ലോ ഒറ്റ പച്ച ഗാർലൻഡ് ഇല്ല, ബാക്കി എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ മാല ബൾബൊക്കെ നോക്കി കേട്ടോ. പിന്നെ ഇത് ഇങ്ങനത്തെ കുറേ ലൈറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ അതൊന്നും ഞാൻ മേടിച്ചില്ല. പിന്നെ കുറേ മേടിച്ചിട്ട് എന്തിനാ,
ഇപ്പം തന്നെ കുറേ ഡെക്കോർ ഇതൊക്കെ ചെയ്തു. അപ്പം ഞാനിങ്ങനെ മിനിമൽ ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ ഇത് കണ്ടോ, ഇത് അവിടെ ഹോൾസെയിലായിരുന്നു. അപ്പോൾ ഇതൊരു സെറ്റിന് 1800 രൂപയായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ പുൽക്കൂടിൻ്റെ ഇത് ഭയങ്കര വലുതാണ്, 8 ഇഞ്ച് വലുതായിരിക്കും. വലുതല്ല, പക്ഷേ കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചു 6 ഇഞ്ചിൻ്റെ ഈ ഗോൾഡൻ ഇതില്ലേ അത് മേടിക്കാം. പക്ഷേ അങ്ങനെ മേടിക്കാൻ പറ്റില്ല, നമുക്ക് എല്ലാ കടകളും നോക്കണ്ടേ, എവിടെയെങ്കിലും വേറെ കടയിൽ വിലക്കുറവ് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചും കൂടി ഒന്ന് പോയി നോക്കാം. അപ്പോൾ ആ പോണ ഇടയിലാണ് കേട്ടോ പുൽക്കൂടി ഉണ്ടാക്കി വെക്കണം. എനിക്ക് അറിയണ്ടായിരുന്നില്ല എങ്ങനെ കിട്ടും എന്നുള്ളത്. ഇങ്ങനെ കിട്ടുമെന്ന് അറിഞ്ഞിരുന്നത് ഞാൻ അത് മേടിച്ചു തരാം. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് വെക്കാൻ പ്രയാസം. മറ്റേ ഞാൻ പ്ലാസ്റ്റിക്കിന് മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് എടുത്ത് വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. മറ്റേ ഒടിച്ച് മടക്കി എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ നമ്മൾ ഓൾറെഡി പുൽക്കൂടിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഈ സമയം കൊണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും കേട്ടോ, അപ്പോൾ കണ്ടു നോക്കണേ. പിന്നെ ഞാൻ അങ്ങനെ പോണ വഴിക്ക് ഫെജിയിലും കയറി. ഇങ്ങനത്തെ കുഞ്ഞു 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 ടൈനി കുറേ ഗിഫ്റ്റുകളും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ 1-2 അത് എടുക്കാമെന്ന് വിചാരിച്ചു, എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതുകൾ. പിന്നെ എനിക്ക് കുറച്ച് എൻ്റെ ഇത് ഗ്ലൂ ഗണ്ണ് കേട് വന്നു. കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാണ്, 6-7 വർഷം മുമ്പ് ഉള്ളതുണ്ട്. അതാണ് കേട് വന്നത്. അപ്പോൾ ഞാൻ ഒരു ഗ്ലൂ ഗണ്ണ് മേടിക്കണമായിരുന്നു, അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ ഇത് മേടിച്ചു കേട്ടോ, പുൽക്കൂടിൽ വെക്കാനുള്ളത് രൂപങ്ങളെല്ലാം മേടിച്ചു. 1500 രൂപയാണ് കേട്ടോ മേടിച്ചത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി പോയപ്പോൾ ഉള്ളതാണ് കേട്ടോ. അന്നേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഏട്ടൻ തിരിച്ചു പോയി, 1-2 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോയി കേട്ടോ. പിന്നെ അപ്പോൾ ഇത് രാത്രി കാണുമ്പോൾ രസമുണ്ട്, വെറുതെ കാണാനാണെങ്കിലും നല്ലതാണ്. വന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മായി നോക്കി ഇങ്ങനെ നടക്കാം, നല്ല രസമാണ് കാണാനായിട്ട്. ഈ ഗാർലൻഡ് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ അപ്പോഴും ഞാൻ ഇങ്ങനെ പുൽക്കൂടിൽ വെക്കാനുള്ളതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്കിങ്ങനെ വിലയുടെ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നോക്കി ആ മെറ്റീരിയൽ 1500 രൂപയുടെ മേടിച്ചത് കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് കാണാനായിട്ട് വീഡിയോ കണ്ടു നോക്കിയാൽ മതി, അസ്വി മലയാളത്തിൽ ക്രാഫ്റ്റ് വീഡിയോ കണ്ടു നോക്കിയാൽ മതി. പിന്നെ ഇങ്ങനത്തെ മാല ബൾബ് കുറേ ഉണ്ട്. അപ്പോൾ എനിക്ക് വൈറ്റ് കളറിലുള്ള വയറുള്ള മാല ബൾബ് വേണമായിരുന്നു, അപ്പോൾ അത് മേടിച്ചു. പിന്നെ ഇങ്ങനെ ഈ തിരക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുക. കുറച്ച് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ, അതെനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മിസ്സിങ് തോന്നാറുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച പുൽക്കൂട്. ഞാനിങ്ങനെ ഇതെങ്ങനെയാണ് വെക്കാമെന്നൊക്കെ ചോദിക്കായിരുന്നു. ലൈറ്റ് ഉള്ളതുകൊണ്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. ലൈറ്റ് ഉള്ളതാകുമ്പോൾ കുറച്ചുകൂടി വില കൂടും. ഞാൻ വിചാരിച്ചു എന്തിനാണ് നമുക്കപ്പോൾ ലൈറ്റ് ഉള്ളത് മേടിക്കേണ്ട ആവശ്യമില്ല, വേറെ ലൈറ്റ് മേടിച്ച് വെച്ചാൽ മതിയല്ലോ, അതാകുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാം ക്രിസ്മസിൻ്റെ ഇത് കഴിഞ്ഞാലും. ഇത് കണ്ടോ, നമ്മുടെ ഈ പുത്തമ്പള്ളിയുടെ ആ ഭാഗത്തുള്ള വഴിയിലൊക്കെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ഞാൻ ഹെൽമെറ്റ് വെച്ചില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇതെടുത്ത് നന്നായി. അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി ഹെൽമെറ്റൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ റൗണ്ടിൻ്റെ ഭാഗത്തും അതെ നല്ല ഭംഗിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് പക്ഷെ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറച്ച് കുറവാണോ സംശയമുണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. ഇത് ആകാശവാദം നല്ല രസമുണ്ട് കേട്ടോ, പോയി നോക്കൂ, നല്ല ഭംഗിയായിട്ടുണ്ട്. ജസ്റ്റ് അത് വണ്ടിയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയാൽ തന്നെ നല്ല രസം, കുട്ടികൾക്കൊക്കെ കാണാനും ഒക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഒരു വ്ളോഗാണ്, നമ്മൾ ക്രിസ്മസ് സീരീസിൽ വരുന്നൊരു വ്ളോഗാണ്. ക്രിസ്മസ് സീരീസിൽ നമ്മൾ കൂടുതൽ അസ്വി മലയാളത്തിൽ തന്നെയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മോർണിംഗ് റുട്ടീൻ ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ വ്ളോഗിൻ്റെ ഒരു വില മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വർഷം കൂടുതൽ വ്ളോഗ്സ് ഒക്കെ ഇടാവുന്നതാണ്, കൂടുതൽ ഡേ ഇൻ മൈ ലൈഫ് മോർണിംഗ് റുട്ടീൻസ് ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഓർഗനൈസർ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഈ ഓർഗനൈസർ വെച്ചിട്ടിങ്ങനെ അത് റെഡിയാക്കി അസംബിൾ ചെയ്തെടുക്കണത്, ഇങ്ങനെ ഒതുക്കി പെറുക്കി വെക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരുമല്ലോ. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ മൊത്തത്തിലൊരു ക്രിസ്മസ് മയമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും കുറച്ച് സാധനങ്ങൾ അധികം വന്നിട്ടുണ്ട് കേട്ടോ. എത്ര ഓർഗനൈസർ ഉണ്ടെങ്കിലും നമുക്ക് മതിയാവാത്ത അവസ്ഥയാണ്. എല്ലാം നമ്മുടെ വൈറ്റ് തീമാണ്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ടതാണ്, അപ്പം എനിക്കത് ഇഷ്ടമായി. ഇത് ഞാൻ കണ്ടിരുന്നില്ല. ഇത് ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ, കുറച്ച് സൂയിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇതിനകത്ത് കയറ്റി അത് കറക്റ്റായിട്ട് ഒതുങ്ങിയിരിക്കും. വേറൊരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അടപ്പുണ്ട് കേട്ടോ. കണ്ടോ, അങ്ങനെ അടപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് പല ലെയറിൽ വരുന്നതാണ് കേട്ടോ. 2 ലെയർ ഉണ്ട്, 3 ലെയർ ഉണ്ട്, 4 ലെയർ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് പ്രൈസ് പോവാം. ഞാൻ 3 ലെയറിന്റെയാണ് മേടിച്ചത്. ഓൾമോസ്റ്റ് 2000 റുപ്പീസ് ഉണ്ട്, 1999 റുപ്പീസ്. ഈ ഓർഗനൈസേഴ്സ് ഒക്കെ നല്ല വിലയാണ് കേട്ടോ, വിചാരിക്കുന്ന പോലെയല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ വൺസ് നമ്മൾ മേടിച്ച് അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ കാലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാന്നുള്ളതാണ്. ഇപ്പൊ നമുക്കിപ്പോ ഇതിനകത്ത് സ്റ്റുഡിയോയിലുള്ള നമ്മുടെ ആ വൈറ്റ് ഡ്രോവർ ഉണ്ടല്ലോ, അതെനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ എന്നാലും അത് തന്നെ ഇപ്പോൾ ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ട്.
നമ്മുടെ കയ്യിൽ ആമസോണിൽ 5-6 വർഷം മുമ്പ് മേടിച്ചിട്ടുള്ള ഓർഗനൈസേഴ്സും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് മേടിക്കാം. ഒതുങ്ങിയിരിക്കുമല്ലോ സാധനം. നമുക്കിത് എങ്ങനെയാണ് വെക്കേണ്ടത് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ അപ്പോൾ ഇത് അസംബിൾ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റിൽ ഏതാ വെക്കേണ്ടത്, റൈറ്റിൽ ഏതാ വെക്കേണ്ടത്, ബാക്കിൽ ഏതാ വെക്കേണ്ടത്, ഫ്രണ്ടിൽ ഏതാ വെക്കേണ്ടത്, അതൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ അത് നോക്കി കറക്റ്റാക്കി എടുക്കാനായിട്ട്. പക്ഷെ ഒരെണ്ണം വെച്ചപ്പോൾ നമുക്ക് അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഏറ്റവും താഴെ വെക്കാനായിട്ട് ഈ സ്റ്റാൻഡ് ഉണ്ട്. ഇതിന് പകരം ഈ ഒരു കുട്ടി കാലിന് പകരം നമുക്ക് ഉരുട്ടിക്കൊണ്ടുപോകുന്ന ഒരു ടയറായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടേക്കും ഇവിടേക്കൊക്കെ മാറ്റി വെക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്തായാലും അതില്ല, ഇത് മാത്രമേ ഉള്ളൂ, കുഞ്ഞിക്കാല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നമുക്ക് വെക്കാം. അതിന് ശേഷം നമുക്ക് മുകളിലത്തെ സാധനം വെക്കാം. അല്ല, നമുക്ക് ആ ഫ്രണ്ടിലത്തെ ഡോറ് വെക്കാവുന്ന, ഡോറല്ല എന്തായാലും പറയാം, എൻ്റെ ഡോറെന്ന് പറയാൻ വേണമെങ്കിൽ. അതിന് ശേഷം മുകളിലത്തെ അടുത്ത തട്ട് വെക്കാം. ഇതേപോലെ തന്നെ ചെയ്യാം. ഇത് വെക്കുമ്പോൾ മുകളിലത്തെ തട്ട് വെക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ ഉണ്ട്, അത് എഴുതിയിട്ടും ഉണ്ട് കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് 2 സൈഡിൽ ലെഫ്റ്റും റൈറ്റും ഉണ്ട് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ആ ഡോറ് വെക്കാനായിട്ടൊരു സൈഡിലൊരു ചെറിയൊരു പാസേജ് പോലെ ഉണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു അടപ്പ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കണം കേട്ടോ. ഇത് 2 തട്ടായി. 3 തട്ടിൻ്റെയാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. 5 തട്ടിൻ്റെയും ഉണ്ട്. ഞാൻ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് 4 തട്ടിൻ്റെയാണ്. അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഇതിനകത്ത് ഫിറ്റ് ആവും. നമ്മൾ പിന്നിൽ വെച്ചിരിക്കുന്ന പുൽക്കൂടിൻ്റെ രൂപങ്ങൾ ഇതാണ് കേട്ടോ നമ്മളവിടെ പുത്തമ്പള്ളിയുടെ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളത്. ഇപ്പോൾ കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇൻവെർട്ടറിലുള്ള ലൈറ്റിലാണ് ഇട്ടിരിക്കണം. അപ്പോൾ അതൊന്നും കത്തില്ല. ഇൻവെർട്ടറിൽ ആകെ ഒരു 2 ബൾബ്, നമുക്ക് 2-3 ബൾബ് മാത്രം ഇൻവെർട്ടറിൽ വെച്ചിട്ടുണ്ട്. ആ ലൈറ്റിലാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കറണ്ട് ചിലവല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഇതിലൊക്കെയാണ് കഴിവതും അധികം ഒന്നും കത്തിക്കില്ല. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇങ്ങനത്തെ ഒരെണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് 3 എണ്ണത്തിൻ്റെ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് വന്ന് ഇവിടെ അല്ല കേട്ടോ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, വേറെ എവിടെയെങ്കിലും വെക്കാൻ വെച്ചിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വെച്ച് നടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ ആക്കി വെക്കാം. രാവിലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് തീരുന്നവരെ ഇങ്ങനെ വെക്കാം. ഇത് പൊടി വരാണ്ടിരിക്കാനായിട്ട് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് 5 എണ്ണം വരെയുള്ളതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പ്രൈസ് ഉണ്ടാവുക. എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു. വൈറ്റും കൂടി അല്ലായിരുന്നു, ഇങ്ങനെ വൈറ്റ് ഒരു നല്ല ഓർഗനൈസ്ഡും കൂടി മേടിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് ജ്വല്ലറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വെച്ചിട്ടാണ്. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡണ്ണാണ്. 2 ടേബിളും ഒക്കെ ആയിട്ട് റെഡിയാണ്. നമുക്ക് ഈ വർഷം തന്നെ ഒരു സ്റ്റുഡിയോ ടൂറായിട്ട് ചെയ്യാം കേട്ടോ. കാരണം ഇപ്പോൾ ഇങ്ങനെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു കുഞ്ഞി പണി എന്ന് പറയുന്നത് വൃത്തി മെസ്സിയായിട്ടാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വിക്കി ഫർണിച്ചറിൻ്റെ ആണ് കേട്ടോ. ഇത് ഇപ്പോൾ ആമസോണിൽ 10,000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ 1 വർഷത്തിന് മുമ്പത്തെ വിക്കി ഫർണിച്ചറിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചപ്പോൾ ഒരു 6,000 രൂപയ്ക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് ആമസോണിൽ 10,000 രൂപ. ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് ഹാപ്പി അല്ല കേട്ടോ. 1 വർഷം കഴിഞ്ഞിട്ട് ഇതാവും അവസ്ഥ കണ്ടോ. ഇതിങ്ങനെ പൊളിഞ്ഞു വരും. അധികം വെയിറ്റ് വെക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തായാലും കുറച്ചൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ പരത്തി വെക്കുമല്ലോ. ഇത് നമ്മൾ ഈ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളും സൂയിങ്ങിൻ്റെ സാധനമൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ തറവാന്ന് ഇട്ടിരിക്കാൻ ഞാനിത് ഗിവ് അവേ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റുകളാണ്. എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കാത്ത ഗിവ് അവേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കൂടുതലും സ്കിൻ കെയറും ഹെയർ കെയറും ആണ്. മേക്കപ്പ് കുറച്ചേ ഉള്ളൂ. കൂടുതലും ഷാംപൂ, കണ്ടീഷണേഴ്സ് അങ്ങനത്തെയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ലിപ് ബാം, ഫേസ് വാഷ്, ഹെയർ മാസ്ക്, ഇതൊക്കെ ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും ആവശ്യം വരുന്നതാണല്ലോ. മേക്കപ്പ് അല്ല പിന്നെ നമ്മൾ ഉപയോഗിക്കില്ലേ എന്നുള്ളത് അറിയാം. പിന്നെ കുറച്ച് റേസേഴ്സ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് മേടിച്ച് വെച്ചതാണ്. ഇതിൽ ഇപ്പോൾ ഒരു 10 ആൾക്കുള്ള ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പം ഞാൻ വിശക്കുന്നുണ്ട് എനിക്ക്. ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ദിവസത്തിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് അയച്ചു തുടങ്ങാം കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാം. സേ ഹലോ, ഹായ്, ഇരിക്കൂ, നമുക്ക് കഴിക്കാം. നമ്മൾ ഓർഡർ ചെയ്തപ്പോഴും ദോശയാണല്ലോ ഓർഡർ ചെയ്യല കേട്ടോ. ഇത് ഇന്നമ്മ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ദോശ മതി എന്ന് പറഞ്ഞു. അല്ലേ കുട്ടി? ഇന്ന് നമ്മളെ ഡിന്നർ ദോശയാണ്. ദോശ
This is mine. ഞാൻ ഇതിൽ തന്നെ കഴിക്കാം. അപ്പൊ നമുക്ക് പാത്രം കഴുകേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ആത്തച്ചക്കയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് ഇത്. നമ്മുടെ ഈ സീതാപ്പഴം ഉണ്ടല്ലോ അതുപോലെയല്ല, അതിനെക്കാട്ടിനും നല്ലതാണ്. എനിക്ക് പേഴ്സണലി അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. നല്ല രസം, ചെറിയ പുളി ഉണ്ടാവും, നല്ല സ്വീറ്റ്നെസ് ഉണ്ടാവും. ഇവിടെ നമ്മളൊരു സ്പൂൺ വെച്ചായിരുന്നല്ലോ, കുഞ്ഞു കണ്ടായിരുന്നോ? Don't be forgetful. നല്ല ടേസ്റ്റ്. പക്ഷെ ഈമക്കുട്ടിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. I don't like it. എന്താണ് ഇഷ്ടമില്ലാത്ത? Just don't like it. എനിക്കത് ജസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? ഗുഡ് ആണോ? ക്രിസ്മസ് ഫ്രണ്ട് ഇല്ലേ കുട്ടിക്ക് ഈ സ്കൂളില്? വേറെ വാനിലും പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു, വേറൊരു ഇതിലുണ്ടായിരുന്നു. പക്ഷെ സ്കൂളില് ക്രിസ്മസ് ഫ്രണ്ട് ഇല്ല. പക്ഷെ ക്രിസ്മസ് സെലിബ്രേഷൻ ചിലപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടാവും. ഗ്രീറ്റിംഗ് കാർഡ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ലേ? Ma'am will put all our names in the bowl and then we have to pick it and then we have to give the card that we made to that person. അതാണോ ക്രിസ്മസ് ഫ്രണ്ട്? പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും മേടിക്കണ്ട. I think that's gonna be it. ചൊറിയുണ്ടോ? ഇത് ഡ്രൈ ആയിട്ടേ. Look at this. മുടിയുടെ ഭംഗി നോക്കണം. Look at this. Okay, my hair just grew longer. സന്തോഷായ കൈ കഴുകിട്ട് ഒരു Look how long it is. ജസ്റ്റ് നൈസ് കേട്ടോ. അപ്പൊ നമ്മള് ദോശയൊക്കെ കഴിക്കട്ടെ. അപ്പൊ ഒരു കുട്ടി റാൻഡം വ്ളോഗ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സമയം കിട്ടാണെന്നല്ല, തൃശ്ശൂരിൽ നിന്നുള്ളവരാണെങ്കിൽ എന്തായാലും പുത്തമ്പള്ളിയിൽ പോകണം. അതുപോലെ തന്നെ ബ്രോഡ്വേയിൽ ആണെങ്കിലും അതും നല്ല രസം കേട്ടോ കാണാനായിട്ട്. ഇമ്മക്കുട്ടിയെ എനിക്ക് ബ്രോഡ്വേ കാണിക്കണം എന്നുണ്ടായിരുന്നു, അത് പറ്റിയില്ല. ഇത് ബഹളം വെക്കരുത്. ഇമ്മക്കുട്ടിയുടെ ഇതൊക്കെ വളർന്നു കേട്ടോ. മുടി നമുക്കിത് വളർത്തിയാലോ? No. Can I do the bangs wolf cut? വുൾഫ് കട്ട് വേണോ? I want to വളർത്തൽ my bangs. വളർത്തൽ മൈ ബാങ്ക്സോ? And then do the wolf cut on my bangs. വുൾഫ് കട്ട് ചെയ്യണം. Yeah, it will look very. ഇമ്മക്കുട്ടിയുടെ മുടിയിൽ വുൾഫ് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, Alright, let the bangs grow so that this hair. ഇപ്പൊ മുടി വളർത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഭയങ്കര താല്പര്യം. ഓരോ പ്രായത്തിൽ വരുന്ന വ്യത്യാസം. ആദ്യം അങ്ങനെ വേണ്ട വെട്ടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ മുടി വളർത്തിട്ട് ആട്ടി നടക്കാം. പക്ഷെ എന്താണെന്ന് ചെയ്യാം, നമുക്ക് പെയിൻ ഉള്ള കാരണം ഒരു പെയിൻ വളർത്തൽ കേന്ദ്രം ആയതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ശരി എല്ലാ ദിവസവും നമ്മൾ ഈരളല്ലേ. അപ്പൊ നീളം കൂടുന്നോറും ഈരാൻ പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വളർത്താം എന്നുള്ള രീതിക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശരി, എല്ലാരോടും ബൈ പറയും. ബട്ടർ വേണം. ശരി, ബൈ പറയും. ഓടിപ്പോയി. ബൈ ബൈ ബൈ.